ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 70-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം. ദൈവമേ, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. യഹോവേ, താമസിക്കരുതേ. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലം അദ്ദേഹം മുറിയിലിരുന്ന് ഒരു പുസ്തകം തയ്യാറാക്കുകയായിരുന്നു. പുസ്തകത്തിൽ മതങ്ങളെക്കുറിച്ച് എന്താണ് എഴുതേണ്ടതെന്ന് അദ്ദേഹം വളരെ ഗാഢമായി ചിന്തിക്കുന്നതിനിടയിൽ നെഹ്റു ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി. റോഡിൽ സാധുവായ ഒരു മനുഷ്യൻ മുള്ളിൽ കുരുങ്ങിക്കിടക്കുന്നത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നെഹ്റു ഉടനടി അവിടെ നിന്ന് എഴുന്നേറ്റ് മുള്ളിൽ കുടങ്ങിക്കിടന്നായിട്ടുള്ള ആളിനെ സഹായിച്ചു. അയാൾ ഒരു അന്ധനായിരുന്നു. നെഹ്റു അയാളോട് പറഞ്ഞു, ഞാൻ മതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എൻ്റെ പുസ്തകത്തിൽ ചേർക്കാൻ. ഉടനടി ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ ഇതുതന്നെയാണ് യഥാർത്ഥ മതം. മനുഷ്യരെ സഹായിക്കുകയും അവരുടെ വേദനകൾ മാറ്റുകയും ചെയ്യുകയാണ് മതത്തിൻ്റെ ധർമ്മം. എന്താണ് മതം ചെയ്യുന്നത്? ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്നു. മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ സഹായിക്കുന്നു. ദൈവത്തെയും മനുഷ്യരെയും മറന്ന് നമുക്കൊരു മതത്തിലും നിലനിൽക്കാൻ സാധിക്കുകയില്ല. മതം സ്നേഹത്തിൻ്റെ ചക്രവാളങ്ങൾ കാണിച്ചു തരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ വേദനകൾ ലഘൂകരിക്കുവാനുമുള്ള മോഹം നമ്മിൽ ജനിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ പങ്കുകൊള്ളാനുള്ള ഒരു ഹൃദയം സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ, മതം മനുഷ്യനെ ഉത്തമ മനുഷ്യനാക്കുന്നു. അവൻ്റെ ആത്മീയ ചിന്തയെയും സാംസ്കാരിക ബോധത്തെയും ബൗദ്ധിക മണ്ഡലത്തെയും വളർത്തി സമൂഹത്തിനും രാഷ്ട്രത്തിനും കൊള്ളാവുന്നവനാക്കി മാറ്റുന്നു. എല്ലാ മതങ്ങളെയും നാം സ്നേഹിക്കണം. എല്ലാ മതങ്ങളും ഈശ്വര സ്നേഹവും മനുഷ്യസ്നേഹവും നമുക്ക് കാണിച്ചു തരുന്നു. അതിനാൽ എല്ലാ മതങ്ങളും പരിശുദ്ധമാണ്, പരിപാവനവുമാണ്. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പരസ്പരം ശത്രുതയിലും വൈരാഗ്യത്തിലും കഴിയാതെ പരസ്പരം ആദരവോടും ബഹുമാനത്തോടും കഴിയണം. നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നത് പോലെ മറ്റു മതങ്ങളെയും ആദരിക്കേണ്ടതാണ് എന്ന് ഗാന്ധിജിയുടെ പ്രസ്താവന മുഖവിലയ്ക്ക് എടുക്കണം. മതമാണ് ജീവിതത്തിൽ ഒരുവന് ശാശ്വതമായ സമാധാനം തരുന്നത്. മതത്തിലും ഈശ്വരനിലും വിശ്വസിക്കാത്തവൻ്റെ ഹൃദയം അസ്വസ്ഥതകളാലും ആകുലതകളാലും നിറഞ്ഞിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ജീവിത പരാജയങ്ങളോ നിരാശകളോ അത്ര പെട്ടെന്ന് തളർത്തുകയില്ല. ദൈവം തനിക്ക് സഹായത്തിനുണ്ട് എന്ന ചിന്ത അവനെ സന്തോഷവാനാക്കുന്നു. യൗവനത്തിൻ്റെ തിളപ്പിൽ മതത്തെയും മതവിശ്വാസങ്ങളെയും തള്ളിപ്പറഞ്ഞ് ഇഷ്ടം പോലെ ജീവിക്കുന്നവരുണ്ട്. ഈ കുത്തഴിഞ്ഞ ജീവിതത്തിൽ അവരുടെ ഹൃദയം തപ്തമായിരിക്കും. എന്തിൻ്റെ ഒരു കുറവ് അവർക്ക് അനുഭവപ്പെടുന്നു. ഇത് പരിഹരിക്കണമെങ്കിൽ അവർ തങ്ങളെ തന്നെ സൃഷ്ടാവിന് സമർപ്പിക്കണം. സൃഷ്ടാവിന് ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം. ബെർലിൻ ആർട്ട് ഗാലറിയിൽ സുപ്രസിദ്ധ കലാകാരനായ മെൻഡൽ വരച്ച പൂർത്തിയാകാത്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രം സന്ദർശകരുടെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. മഹാനായ ഫ്രെഡറിക് ചക്രവർത്തി സൈന്യമേധാവികളുമായി ചർച്ച നടത്തുന്ന രംഗമാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം. എന്നാൽ ആ ചിത്രത്തിൽ ചക്രവർത്തിയുടെ ചിത്രമില്ലായിരുന്നു. ചക്രവർത്തിയുടെ സ്ഥലത്ത് ഒന്നും വരച്ചിട്ടില്ല. മെൻഡൽ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് പലരും ചിന്തിക്കുന്നവരുണ്ടാവും. ചിത്രകാരൻ ചക്രവർത്തിയെ ചിത്രത്തിൻ്റെ കേന്ദ്രഭാഗത്ത് വരയ്ക്കാനാണ് പ്ലാനിട്ടത്. അതും വളരെ മനോഹരമായി. അതിനാൽ ചക്രവർത്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും പടയാളികളുടെയും ചിത്രങ്ങൾ ചിത്രകാരൻ വളരെ ഭംഗിയായി വരച്ചു. അതിലും 100 മടങ്ങ് ഭംഗിയുള്ളതായിരിക്കണം രാജാവിൻ്റെ ചിത്രം. ചിത്രകാരൻ തീരുമാനിച്ചു. പക്ഷേ ചിത്രകാരൻ്റെ ആഗ്രഹം സാധിച്ചില്ല. രാജാവിൻ്റെ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് ചിത്രകാരൻ പെട്ടെന്ന് മരിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കാം. അതിനാൽ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് നാം കൊടുക്കണം. അതിനായി മതം കൂട്ടിനുണ്ടായിരിക്കണം. മതം ദൈവത്തെ കാണിച്ചു തരുന്നു. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നാഥനായി പ്രതിഷ്ഠിക്കാൻ മതം സഹായിക്കുന്നു. ദൈവത്തെ കൂടാതെ ചിത്രങ്ങൾ വരച്ചാൽ ആ ചിത്രങ്ങൾ അപൂർണങ്ങളായിരിക്കും. നമ്മുടെ പ്രയത്നത്തോടൊപ്പം ദൈവകരങ്ങളുണ്ടെങ്കിൽ പ്രയത്നങ്ങൾ വളരെ വേഗം ഫലമണിയുകയും ബുദ്ധിമുട്ടുകൾ നിസാരമായി തോന്നുകയും ചെയ്യും. അതിനാൽ ഇന്ന് തന്നെ നാം മതത്തിലേക്ക് തിരിയണം. അതുവഴി പരമനന്മയായ ദൈവത്തിങ്കിലേക്കും. സങ്കീർത്തനക്കാരനോടൊത്ത് നമുക്കും ഏറ്റുചൊല്ലാം, ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായവും സഹായകനും വിമോചകനുമാണ്. ഇതാണ് ഇന്നത്തെ കുറിവാക്യത്തിലൂടെ നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മതത്തേക്കാൾ ഉപരി ദൈവത്തിന് ഒന്നാം സ്ഥാനം നാം ദൈവത്തിന് നൽകുമ്പോൾ അതാണ് യഥാർത്ഥ മതമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ട് മതത്തിനപ്പുറം ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവിക ആലോചനകളെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ ആഹ്വാനത്തിനായി സ്തോത്രം. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ മതങ്ങളെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ
ഇന്നത്തെ വചനത്തിലൂടെ കർത്താവെ യഥാർത്ഥമായി എന്താണ് മതമെന്നും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, കേട്ട വചനത്തിൽ ഞങ്ങൾ 100 മേനി ഫലം കായ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കണം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.